രാധാകൃഷ്ണൻ, ഈ അനന്തമായി നീണ്ടുപോകുന്ന കേസുകൾ ഇത് ആദ്യത്തേതല്ല. ഈ വിഷയത്തിൽ സർക്കാർ ശക്തമായി പറഞ്ഞിരിക്കുന്ന ചില ഉത്കണ്ഠകളുണ്ട്. അത് ഈ അതിജീവിതയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. പൾസർ സുനി പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുക, ആ രൂപത്തിൽ ഈ പറയുന്ന അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കുക തുടങ്ങിയ ആശങ്കകൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇയാൾ മുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും സംസ്ഥാനം ശക്തമായി ചൂണ്ടിക്കാട്ടുകയുണ്ടായല്ലോ. ഇതൊന്നും വിലപ്പോകാത്തത് എന്തുകൊണ്ട്? വേണു, ഇതിന് അടിസ്ഥാന കാരണമായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഒരു കേസിൽ ആ കേസിൽ തുല്യനീതിയാണ് വരേണ്ടത്. ആരെക്കുറിച്ചും കോടതിക്ക് മുൻവിധി സ്വീകരിക്കാൻ, വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ മുൻവിധി സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പൾസർ സുനിക്ക് ഈ മുൻവിധി കൈക്കൊള്ളാൻ സാധിക്കില്ല എന്ന കോടതിയുടെ നിലപാട് അത് പൾസർ സുനിക്ക് അനുകൂലമായി മാറുകയായിരുന്നു. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏതാണ്ട് 80 ദിവസത്തിലധികം പ്രതിഭാഗത്ത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും നിലവിലുള്ള അവസ്ഥയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നടപടികൾ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനം സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഇനിയും കേസിലെ നടപടികൾ അനന്തമായി വൈകും. താൻ ഇതിനകം തന്നെ വർഷങ്ങളോളം ജയിലിനുള്ളിൽ 7.5 വർഷത്തോളം ജയിലിനുള്ളിൽ കഴിയേണ്ടി വന്നു എന്നതടക്കമുള്ള വാദമാണ് പൾസർ സുനി മുന്നോട്ട് വെച്ചത്. ഏതെങ്കിലും വിധത്തിൽ ഈ ആന്റിസിഡന്റ് എന്ന് ചൂണ്ടിക്കാട്ടിയ കേസുകളിൽ പലതും സിവിൽ കേസാണ് എന്ന വാദം കൂടി പൾസർ സുനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഏതെങ്കിലും വിധത്തിലൊരു ഭീഷണി താൻ ഉയർത്തും എന്ന വാദം പൾസർ സുനി അംഗീകരിച്ചില്ല. ഈ ജാമ്യവ്യവസ്ഥയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കും എന്ന വിധത്തിലുള്ള സൂചനയാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിക്ക് നൽകിയത്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ എതിർപ്പ് നിലനിർത്തിയും വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടും ഈ ജാമ്യം നൽകാനായിട്ടുള്ള തീരുമാനം സുപ്രീം കോടതി കൈക്കൊണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഒന്ന്, ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായി കരുതുന്ന നടന് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടന്റെ ജാമ്യം തുടരുന്ന സാഹചര്യത്തിൽ നടനോളം ശക്തമല്ല താൻ, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അത്ര വലിയ ഏതെങ്കിലും ഇടപെടൽ തന്റെ ഭാഗത്ത് നീ നടനോളം നടത്താൻ തനിക്ക് കഴിവില്ല എന്ന പൾസർ സുനിയുടെ വാദം അതൊരു ഫലത്തിൽ സുപ്രീം കോടതി അംഗീകരിച്ചു എന്ന് നമുക്ക് പറയാം. ഒപ്പം തന്നെ ഈ കേസുമായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണൻ, ഒരു ചോദ്യം കൂടി. ഇവിടെ ഇപ്പോ ഈ വിചാരണ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു എന്ന് മാത്രവുമല്ല, ഈ സാക്ഷികളുടെ വിസ്താരം നീണ്ടുപോകുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥനെ 80 ദിവസത്തോളം ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വാദമായി അവിടെ പൾസർ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയുണ്ടല്ലോ. നമുക്കറിയുന്നത് പോലെ നേരത്തെ ഈ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണം എന്ന ആവശ്യം കോടതി കയറിയതാണ്. അന്ന് ഈ ജഡ്ജിക്ക് അനുകൂലമായ വിധി തന്നെയാണ് കോടതികളുടെ ഭാഗത്തു നിന്നുണ്ടായതും. ഇപ്പോൾ അതേ കോടതിയുടെ നടപടികൾ ഈ അനന്തമായി നീണ്ടുപോകുന്നു എന്നത് ഇതിലെ ഒന്നാം പ്രതിക്ക് ജാമ്യം നൽകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? വേണു, ഇതില് പൾസർ സുനി ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യം ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള സാക്ഷി പരിശോധന അഥവാ വിചാരണ അത് പൂർത്തിയായി കഴിഞ്ഞു. തന്റെ ഭാഗം ഉൾപ്പെടുന്ന ഘട്ടം ഏതാണ്ട് പൂർത്തിയായി എന്ന അവസ്ഥയിലാണുള്ളത്. അതിനുശേഷം കൂട്ടിച്ചേർത്ത അഥവാ പിന്നെ കണ്ടെത്തി എന്ന് പറയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന ആക്ഷേപങ്ങൾ അതൊന്നും താനുമായി ബന്ധപ്പെടുന്നതല്ല, അല്ലെങ്കിൽ അതിൽ ആക്ഷേപ വിധേയനായി താനില്ല. മറിച്ച് ഉള്ളത് ആ ഭാഗത്തിൻ്റെത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിചാരണ ഇത്ര ദീർഘമായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നീട് ഉണ്ടായ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ തന്റെ ഭാഗത്ത് നിന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെട്ടത് വഴി തനിക്ക് ഇതുവരെ ഉള്ള ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ പോലും അതിന്റെ ഒരു ശിക്ഷ തനിക്ക് വരുന്ന ഒരു സാഹചര്യവും ഇല്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ വിചാരണ നീണ്ടുപോകുന്നത് താൻ ഉൾപ്പെടാത്ത ഭാഗത്തിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രതി, അത് ഈ നടൻ അടക്കമുള്ളവർ ജാമ്യത്തിൽ കഴിയുന്നു. പക്ഷേ ഇതിന്റെ ഭാഗമായി ഒരു വിധത്തിലും ഈ ഘട്ടത്തിൽ ഇടപെടൽ വരാത്ത താൻ ജയിലഴികൾക്കുള്ളിൽ കഴിയേണ്ടി വരുന്നു. ഒരു കേസിലെ പ്രതികളായിട്ടുള്ളവർക്ക് പോലും വ്യത്യസ്തമായിട്ടുള്ള സമീപനം അത് പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രധാന പ്രതിയായിട്ടുള്ള നടൻ പുറത്തു നിൽക്കുകയും ഈ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള താൻ ഈ 7.5 വർഷത്തോളമായിട്ട് ജയിലിൽ കഴിയേണ്ടി വരികയും
ചെയ്യുന്നത്. അതാണ് പൾസർ സുനി ചൂണ്ടിക്കാട്ടിയത്. ഈ കോടതിയുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് അഥവാ ഈ കോടതിക്കെതിരെയുള്ള ആക്ഷേപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ അത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് അഥവാ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. കോടതിയിൽ ഇന്ന് സംസ്ഥാനം ഉന്നയിച്ചത് ഈ നടന്റെ ഭാഗത്ത് നിന്ന് അനന്തമായിട്ട് വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു ശ്രമം, അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ അടക്കം 80 ദിവസത്തോളം വിചാരണ ചെയ്തു. അതുകൊണ്ടാണ് ഈ കേസിലെ നടപടികൾ നീണ്ടുപോകുന്നത്. ഇപ്പോൾ ആ വാദം അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ കേസ് നടപടികൾ പൂർത്തിയാക്കാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് സംസ്ഥാനം വ്യക്തമാക്കിയത്. പക്ഷേ ആ ഘട്ടത്തിലും സുപ്രീം കോടതി എടുത്തു ചോദിച്ചു, എത്ര ദിവസത്തിനുള്ളിൽ ഈ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നത് പറയാനായി പറ്റുമോ? ആ ഘട്ടത്തിലും ഈ നടന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾ ഇനി ഉണ്ടായാൽ ഇനിയും വൈകും എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള മറുപടി നൽകാൻ മാത്രമേ സംസ്ഥാനത്തിന് കോടതിയിൽ സാധിച്ചുള്ളൂ. ഇതാണ് സുപ്രീം കോടതി ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ട് സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിക്കെതിരെയും മുൻവിധി സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് ശരി, ആർ രാധാകൃഷ്ണൻ തുടരും.